നമസ്കാരം. കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കഞ്ഞിയായിട്ടുള്ള ദശപുഷ്പ കഞ്ഞിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ കറുക, കൈതോന്നി, മുക്കുറ്റി, തിരുതാളി, പൂവാങ്കുരുന്നൽ, ചെറുള, മുയൽ ചെവിയൻ, നിലപ്പനക്കിഴങ്ങ്, കൃഷ്ണക്രാന്തി, ഉഴിഞ്ഞ, ഇത്രയാണ് വരുന്നത്. ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടിക്കടയിൽ ഓരോ പിടി വീതം നമുക്ക് വാങ്ങാവുന്നതാണ്. ഒരു സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി 10 മുതൽ 15 ഗ്രാം വീതം എടുക്കാം. അപ്പോൾ ഒരു 150 ഗ്രാം ഇതെല്ലാം കൂടെ ചേർത്തെടുത്ത് നല്ല രീതിയിൽ കഴുകി അത് ഇടിച്ച് പിടിഞ്ഞ് ചാറെടുക്കുമ്പോൾ ഏകദേശം ഒരു 80 മുതൽ 100 മില്ലി വരെ കിട്ടും. അത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൽ ഉപയോഗിക്കുന്ന ഞവരരിയോ അല്ലെങ്കിൽ മട്ടരിയോ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് അത് ഏകദേശം വെന്ത് വരുമ്പോൾ തീ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം തിള മാറിയതിന് ശേഷം മാത്രം ഈ പറയുന്ന പച്ചിലച്ചാറ് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിന് 2-3 മിനിറ്റ് നമുക്കത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം പിന്നെ അതിൽ തേങ്ങാപ്പാലും പിന്നെ ജീരകത്തിൻ്റെ പൊടി, ചുക്കിൻ്റെ പൊടി, ഇന്ദുപ്പ് എന്നിവ ചേർത്ത് നമുക്കത് വാങ്ങാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിള മാറിയതിന് ശേഷം മാത്രം ഈ പറയുന്ന ജ്യൂസസ് അല്ലെങ്കിൽ ഇലയുടെ ജ്യൂസസ് അതിനകത്ത് ആഡ് ചെയ്യുക. കാരണം ചൂടിൽ നശിച്ചു പോകുന്ന ചില കെമിക്കൽ കോൺസ്റ്റൻസ് ഒക്കെ ഈ ഇലയിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ദഹനശേഷിയുള്ളവർ മാത്രം ഈ കഞ്ഞി ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദഹന ഇൻഡൈജഷനോ അല്ലെങ്കിൽ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ഒരു ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന കുറച്ച് മരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. താങ്ക് യു.